ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇവിടെയും കുഴപ്പമൊന്നുമില്ലാണ്ട് തന്നെ പോകുന്നുണ്ട്. രാവിലത്തെ അന്തരീക്ഷം കണ്ടിട്ടുണ്ടല്ലോ, ഞാൻ തുണിയൊക്കെ കഴുകി വെയിലത്തിട്ട് ഉണക്കാമെന്ന് കരുതിയുണ്ടല്ലോ, ഞാൻ എല്ലാം കൂടി എടുത്ത് ഇങ്ങ് വെള്ളത്തിൽ മുക്കി. സാധാരണ മഴയത്ത് മെഷീനിലാണ് ഇട്ടുകൊണ്ടിരുന്നത്. വെള്ളത്തിൽ മുക്കി അവിടെ തുണി കഴുകിക്കൊണ്ടിരുന്നപ്പോൾ ഉണ്ടല്ലോ പെരുമഴയെന്ന് വെച്ചാൽ പെട്ടെന്നാണ് അന്തരീക്ഷം അങ്ങ് മാറുന്നത്. വേഗം അങ്ങ് വീട്ടിൽ കയറി കല്ലിനകത്ത് തുണി തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ, കഴുകി വെച്ചത്. എന്നിട്ട് ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന്. ചിക്കനൊക്കെ എടുത്ത് ഫ്രിഡ്ജിനകത്ത് വെച്ചിരുന്നത് എടുത്ത് വെള്ളത്തിലൊക്കെ ഇട്ട് ആ തണുപ്പ് മാറാനായിട്ട് ഇട്ടതിന് ശേഷമാണ് ഞാൻ പോയി തുണി കഴുകാൻ പോയത്. വെയിലല്ലേ എന്ന് കരുതി. അപ്പോഴത്തേക്കും എന്താ പെരുമഴ വന്നു. അങ്ങനെ പിന്നെ ഒന്ന് ചിക്കൻ കറി ഉണ്ടാക്കാൻ കരുതി. ഞാൻ തലേ ദിവസം ചിക്കൻ വാങ്ങിച്ചു. അത് എടുക്കാനായിട്ട് വിട്ടുപോയി കേട്ടോ. ഫോൺ ഇവിടെ വെച്ചിട്ടാണ് പോയത്. അതുകൊണ്ട് അതിൻ്റെ വീഡിയോ ഒക്കെ എടുക്കാൻ മറന്നുപോയി. അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം ചട്ടിയിലൊക്കെ വെച്ചപ്പോൾ ഞാൻ കടുകൊക്കെ ഇട്ടായിരുന്നു. ഇപ്പം അങ്ങനെയല്ല, പെരിഞ്ചീരകം ഇട്ടു. മോൻ പറഞ്ഞു, അമ്മ അന്നത്തെ ചിക്കൻ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്, അമ്മ അന്ന് വെച്ച കണക്ക് വയ്ക്കണേന്ന്. മോനെ ഗ്രേവി ഇല്ലാത്ത രീതിയിൽ വയ്ക്കുന്നതാണ് ഇഷ്ടം. അങ്ങനെ പിന്നെ ചട്ടി വെച്ചു, എണ്ണ ഒഴിച്ചു, പിന്നെ പെരിഞ്ചീരകം ഇട്ടു, പിന്നെ ഉള്ളി, തക്കാളി, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എല്ലാം കൂടെ അങ്ങ് അതിനകത്ത് ഇട്ട് കേട്ടോ. നോക്കിയപ്പോൾ പെരുമഴ, പുറത്ത് അതിനേക്കാളും മഴയായിട്ട് നിൽക്കുക കേട്ടോ, ഭയങ്കര മഴ. അങ്ങനെ പിന്നെ പുറത്തിറങ്ങാനും വയ്യ. കുറച്ച് തുണികൾ ആദ്യം കഴുകിയത് ഞാൻ കുറച്ച് അതിനകത്ത് ഇട്ട് കേട്ടോ, കയറിനകത്തൊക്കെ ഇട്ടു, അശയിലൊക്കെ ഇട്ട്. പിന്നെ ആ വെയിൽ അങ്ങനെയുള്ള വെയിലായിരുന്നു. ഇനി എന്ത് പറയാൻ, ഇതെല്ലാം എടുത്ത് ഇനി മുകളിൽ കൊണ്ടിടണം. അത് രണ്ടാമത്തെ ജോലിയാണ്. പിന്നെ ഉപ്പൊക്കെ ചേർത്തു. ഞാൻ ആ ചിക്കനൊക്കെ വെന്താലും ചേർക്കാൻ പറ്റേണ്ടി വരത്തില്ല, ആ രീതിയിൽ ഞാൻ ഉപ്പ് ചേർക്കും കേട്ടോ. അല്ലാതെ ചിക്കൻ വെന്തതിന് ശേഷം ഇച്ചിരി ഉപ്പും കൂടെ ഒന്നും പറഞ്ഞ് നോക്കത്തില്ല. കറക്റ്റ് പരുവം. അങ്ങനെ പിന്നെ ഉപ്പൊക്കെ ഇട്ടതിന് ശേഷം നല്ലോണം ഇളക്കി കേട്ടോ. എന്താണെന്ന് അറിയത്തില്ല, മൺചട്ടിയിലായതുകൊണ്ടാണെന്ന് അറിയത്തില്ല, വേഗം അങ്ങ് വയന്ന് വന്നു കേട്ടോ. ഇന്ന് ജോലിയൊക്കെ തീർത്തിട്ടുണ്ടല്ലോ, അകം കുറച്ച് വൃത്തിയാക്കണം. കാര്യം കുറച്ച് ആഴ്ചതോറും ചെയ്താലുണ്ടല്ലോ വേഗം ഒന്നും അല്ലെങ്കിൽ വൃത്തിയായി കിടക്കും, അല്ലെങ്കിൽ ഇരട്ടി പണിയാണ്. അതുകൊണ്ട് ഇന്ന് ഫ്രിഡ്ജൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. അതിനകത്ത് കുറച്ച് നമ്മൾ ഈ കറി എടുക്കുമ്പോഴായിക്കോട്ടെ പലതും ഒക്കെ അതിനകത്ത് വീണ്, പാലൊക്കെ വയ്ക്കുമ്പോൾ ചിലപ്പോഴൊക്കെ അങ്ങനെ ചെറുതായിട്ടൊക്കെ വീണ് അതിനകത്തൊരു സ്മെല്ലല്ല, എല്ലാം കൂടെ ഒരു വയ്ക്കുന്ന സ്ഥലത്തൊക്കെ ഒരു വല്ലാതെ കിടക്കും. അപ്പോൾ ഫ്രിഡ്ജൊക്കെ ഒന്ന് റെഡിയാക്കണം. അല്ലാതെ കുറച്ച് വീട്ടിൽ നിന്ന് പൊതുവെ ഒരു വൃത്തിയാക്കൽ പരിപാടിയാണ്. അതുകൊണ്ട് വേറുള്ള കറികളൊന്നും ഞാൻ വച്ചില്ല കേട്ടോ. ഞാൻ ചിക്കനെ മാത്രമാണ് വെച്ചത്. എന്നിട്ട് ചപ്പാത്തി ഉണ്ടാക്കി. ഞാൻ പറഞ്ഞില്ലേ 2 പാക്കറ്റ് ചപ്പാത്തി വാങ്ങിച്ചു, അതിൽ 1 പാക്കറ്റ് ചപ്പാത്തി ഉണ്ടാക്കി. തലേ ദിവസം ഞാൻ മീൻകറി വെച്ചു എന്ന് പറഞ്ഞില്ലേ, ആ മീൻകറിയും കൂടെ എടുത്ത് കഴിച്ചു. അതായിരുന്നു കേട്ടോ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ്. എന്നിട്ട് അരി കഴുകി വെള്ളത്തിലിട്ടു. എന്തായാലും അരി വാങ്ങിച്ചതുണ്ടല്ലോ കാര്യമായി കേട്ടോ. കാര്യം വേവില്ലാത്ത അരി, അല്ലെങ്കിൽ പയറ് പോലെ കിടക്കും അരി, വേവത്തില്ല. എത്ര മണിക്കൂർ കഴിഞ്ഞാലും അത് വേവത്തില്ല. അങ്ങനെ പിന്നെ അരിയൊക്കെ ഇട്ടു കുറേ നേരം നല്ലോണം തിളപ്പിക്കും കേട്ടോ. തിളപ്പിച്ച് കഴിഞ്ഞിട്ട് എടുത്ത് റൈസ് കുക്കറിൽ വെക്കുമ്പോഴുണ്ടല്ലോ അരി നല്ല വെന്തിട്ടുണ്ടാവും കേട്ടോ. ഈ ചിക്കൻ കറിയൊക്കെ നല്ല കുറുകി വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ മല്ലിയില വാങ്ങിച്ചു. ഞാൻ ചിക്കൻ വാങ്ങിക്കാൻ പോയപ്പോൾ എൻ്റെ തൊട്ടടുത്ത കടയിൽ തന്നെ മല്ലിയില ഫ്രഷ് ആയിട്ട് കൊണ്ടുവച്ചിരിക്കുന്നത് കേട്ടോ. അങ്ങനെ മല്ലിയില കുറേ അധികം വാങ്ങിച്ചു. എന്നിട്ട് നല്ല കഴുകി വൃത്തിയാക്കി അതിൻ്റെ വെള്ളമൊക്കെ പോയതിന് ശേഷം പേപ്പർ വെച്ച് പൊതിഞ്ഞ് ഒരു അടപ്പുള്ള പാത്രത്തിലിട്ട് വെച്ചാൽ കുറേ നാളിരിക്കും കേട്ടോ. ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണേ. അതേപോലെ തന്നെ കരിവേപ്പിലയും അതേ രീതിയിൽ ചെയ്താൽ മതി. അങ്ങനെ ഈ ചിക്കനൊക്കെ കുറുകി, പക്ഷെ ഒട്ടും ഗ്രേവി അധികമില്ല കേട്ടോ. കാര്യം എന്ന് വെച്ചാൽ ഇതങ്ങ് കുറുകി. ഇനി ഇതായിട്ട് കോരി എടുക്കുമ്പോഴത്തേക്കും ഗ്രേവി ഒട്ടും കാണില്ല. എൻ്റെ മൂത്ത മോൻ ഇതാണ് ഇഷ്ടം. എന്നിട്ടുണ്ടല്ലോ ഡൈനിങ് ടേബിളൊക്കെ നല്ല രീതിക്ക് തുടച്ചിട്ട്, ഗ്ലാസിൻ്റെതായതുകൊണ്ട് എപ്പോഴും പൊടിയും അഴുക്കും ഒന്നിച്ചിരി വീണാൽ അറിയാൻ പറ്റും. ഇതിന് 6 ചെയറുള്ള ടേബിളാണ്, പക്ഷേ ഞാൻ 4 എണ്ണം എടുത്തിട്ടുള്ളൂ കേട്ടോ. കാര്യം 6 എണ്ണവും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എടുത്ത് തട്ടിയും മുട്ടിയൊക്കെ എന്തിനാ വെറുതെ, നമ്മൾ 3 പേരല്ലേ ഉള്ളൂ. അങ്ങനെ ആ ചെയറൊക്കെ എടുത്ത് നല്ല വൃത്തിയാക്കിയൊക്കെ വെച്ചതിന് ശേഷം ഫ്രിഡ്ജൊക്കെ തുടച്ചു. അകമൊക്കെ ഒരു കോലമായിട്ട് കിടക്കുമായിരുന്നു കേട്ടോ. എങ്കിലും സാധനങ്ങളെല്ലാം ഞാനങ്ങ് എടുത്തതിന് ശേഷം അതിനകത്തുള്ള ഗ്ലാസ് മറ്റേ സാധനങ്ങളൊക്കെ വയ്ക്കുന്ന ഗ്ലാസ്സൊക്കെ എടുത്ത് മാറ്റി പുറത്ത് കൊണ്ടുവച്ച് കഴുകി കേട്ടോ. നല്ല രീതിക്ക് കഴുകി. പിന്നെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കുറേ സാധനങ്ങളൊക്കെ എടുത്ത് കളഞ്ഞു കേട്ടോ. ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വൃത്തിയാക്കി വെച്ചു. പക്ഷേ ഈ ഫ്രിഡ്ജൊക്കെ ഉണ്ടല്ലോ, നമ്മൾ ഒരാഴ്ച കൂടുമ്പോൾ വൃത്തിയാക്കണമെന്നാണ് പറയുന്നത്. ചിലപ്പോൾ ഞാൻ ഒരാഴ്ചയല്ല, ചിലപ്പോൾ 2 ആഴ്ച, ചിലപ്പോൾ സത്യം പറയട്ടെ ഞാൻ 1 മാസത്തിലൊക്കെ ചിലപ്പോൾ വൃത്തിയാക്കാറുണ്ട് കേട്ടോ. കാര്യം അങ്ങ് ഈ നാളെ വൃത്തിയാക്കാമെന്ന് വിചാരിച്ച് 1 മാസമൊക്കെ ആവും. ഇതിപ്പം ഓണം കഴിഞ്ഞിട്ട് 2ാമത്തെ പ്രാവശ്യമാണ് വൃത്തിയാക്കുന്നത്. പിന്നെ ഇവിടെ എല്ലാം വലിയ കുഴപ്പമില്ലാണ്ടൊക്കെ ഇരിക്കുന്നുണ്ട്. എന്നിട്ട് ഗ്യാസ് അടുപ്പ്, ഞാൻ പറഞ്ഞില്ലേ ഗ്യാസ് അടുപ്പ് എനിക്ക് വൃത്തിയാക്കണമെന്ന്, ചായ വീണു, അങ്ങനെ കറയൊക്കെ പിടിച്ച് കിടന്നു കേട്ടോ. ഞാൻ കുറച്ച് സോഡാപ്പൊടി, ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, സോഡാപ്പൊടി വെള്ളത്തിൽ കലക്കി ഒഴിച്ച് കുറച്ച് സോപ്പ് പൊടിയും കൂടെ ഇട്ട് കലക്കിയാണ് കേട്ടോ ഒഴിക്കുന്നത്.
ദേ മഴയൊക്കെ ഒരു ചെറുതായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോഴും ഞാൻ ബാക്കിയുള്ള തുണിയും കൂടെ കഴുകി അങ്ങ് വിരിച്ചായിരുന്നു. ചെറിയൊരു വെട്ടം പോലെ കാണുന്നു. അപ്പോൾ തുടച്ച് നല്ല വൃത്തിയാക്കി ഇട്ട ശേഷം മിക്സിയുടെ അകത്തൊക്കെ ഒരു കറ പോലെയൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം എങ്ങനെയെങ്കിലുമൊക്കെ തുടച്ചെടുത്തു. പിന്നെ മഗ്ഗും സാധനങ്ങളൊക്കെ അവിടെയൊക്കെ വേസ്റ്റുകളൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അതെല്ലാം എടുത്തൊക്കെ ഇങ്ങ് മാറ്റി എല്ലാം അങ്ങ് തുടച്ചു. ഇപ്പം എൻ്റെ മക്കൾ എപ്പോഴും പറയും, അമ്മ ഇത് എന്തുവാണ് ഷോക്കേഴ്സിൽ വെക്കുന്ന സാധനമാണോ ഈ ഓവനെന്ന്. അങ്ങനെയല്ല, ഞാൻ അതിനകത്ത് ഉണ്ടാക്കുന്ന സാധനങ്ങളും ഞാൻ ഇനി തീർച്ചയായിട്ടും കാണിക്കുന്നതായിരിക്കും കേട്ടോ. ഫ്രിഡ്ജൊക്കെ വൃത്തിയാക്കാൻ എടുത്തപ്പോൾ ഒരു മുട്ട പൊട്ടി. അങ്ങനെ പിന്നെ അതിനകത്ത് എന്താണ് പറയുന്നത്, ഉള്ളി വെക്കുന്ന പാത്രത്തിലങ്ങ് വെച്ച് കേട്ടോ. അത് ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ ആണെങ്കിൽ ഒരു മുട്ട ഓംപ്ലേറ്റും കൂടെ ആക്കി മോനും കൊടുക്കാമെന്ന് കരുതി. അങ്ങനെ എന്താണ് പറയുന്നത്, മറ്റേ പൊടിവർഗ്ഗങ്ങളൊക്കെ വെക്കുന്ന അവിടെ എല്ലാം അങ്ങ് തുടച്ച് കേട്ടോ. ഒരു നനഞ്ഞ തുണി വെച്ചല്ല തുടയ്ക്കുന്നത്, ഒരു കോട്ടൺ തുണി നനയാത്തത് തന്നെ വെച്ചിട്ടാണ് കേട്ടോ തുടയ്ക്കുന്നത്. കാര്യം നനവ് അത്ര പറ്റത്തില്ലല്ലോ. അങ്ങനെ അതെല്ലാം തുടച്ച് വൃത്തിയാക്കി കേട്ടോ. ഇപ്പോൾ തന്നെ നോക്കി നല്ല നീറ്റായി കേട്ടോ. ഇത് കണക്ക് എന്നും ഇരിക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. 2 ദിവസം കഴിയുമ്പോൾ വീണ്ടും അഴുക്ക് കയറും. ഇപ്പോൾ എല്ലാം നീറ്റാക്കി അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഒട്ടുമിക്ക ജോലികളൊക്കെ അങ്ങ് ഒതുക്കി കേട്ടോ. എന്നതിന് ശേഷം ഉണ്ടല്ലോ, ഞാൻ 2 ദിവസം മുമ്പ് മാർക്കറ്റിൽ പോയപ്പോൾ ഞാൻ ഈ പഴം വാങ്ങിച്ചായിരുന്നു കേട്ടോ. ഇത് ആത്തിക്കെന്നൊക്കെയല്ലേ നമ്മളെ നാട്ടിൽ പറയുന്നത്. അങ്ങനെ ഇത് ഒരു 1/2 കിലോ ഉണ്ട് കേട്ടോ. ഇത് കണ്ടാൽ അങ്ങനെ തോന്നില്ലെങ്കിൽ 1/2 കിലോ 570 ഗ്രാമോളം ഉണ്ട്. ഞാൻ എടുത്തതാണ്. അതങ്ങനെ 3 ഭാഗമായിട്ട് മുറിച്ച് കേട്ടോ. കാര്യം എൻ്റെ മൂത്ത മോൻ അങ്ങനെ കഴിക്കാറില്ല. കാര്യം അവൻ ഇന്ന് ഗുണമുള്ള സാധനങ്ങളൊന്നും കഴിക്കത്തില്ല. അങ്ങനെ മോനും ആൽവിൻ, അവൻ്റെ കൂട്ടുകാരനാണ്, ആൽവിനും കൂടെ കളിക്കാൻ വന്നു കേട്ടോ സൈക്കിളൊക്കെ. അപ്പോഴത്തേക്കും അവനൊക്കെ കൊടുത്ത് കഴിച്ചു. നല്ല മധുരം ആൻറ്റി എന്ന് പറഞ്ഞു. അങ്ങനെ വേഗം ഞാൻ നാത്തൂൻ്റെ വീട് വരെ പോയിട്ട് ഒരു അത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നു. അപ്പോൾ നാത്തൂൻ പറയാം, എന്ന് പോയതാടി നീ ഇപ്പോഴാണോ വരുന്നതെന്ന്. ഞാൻ പറഞ്ഞു, എനിക്ക് കാര്യങ്ങളില്ല, ജോലികളൊക്കെ ഇല്ലേ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ ചക്ക നല്ല പരുവായിട്ട് നിൽപ്പുണ്ട് നോക്കിയെന്ന് പറഞ്ഞ് ചക്കയുടെ മൂട്ടിലോട്ട് കൊണ്ടുപോയി കേട്ടോ. കുറേ കോവൽ നിൽക്കുന്നു. എനിക്ക് പിച്ചിത്തരാന്നാണ് പറഞ്ഞു. പക്ഷേ ഇച്ചിരി താമസമായതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ വേണ്ടാന്ന്. ഇത് നോക്കിയാൽ ചക്ക നല്ല ഇതായിട്ട് നിൽക്കുന്നുണ്ട്. താഴെ അങ്ങനെ ഒന്നുമില്ല. എൻ്റെ ഇവിടെ ആണെങ്കിൽ അങ്ങനല്ല കേട്ടോ, നിറച്ച് താഴെയാണ് പിടിച്ച് നിൽക്കുന്നത്. ഇതാണെങ്കിൽ അത്യാവശ്യം മുകളിലാട്ടോ നിൽക്കുന്നത്. അത് ഞാനും ചേച്ചിയും ഒരുമിച്ചാണ് ഈ പ്ലാവ് നമ്മൾ വീട്ടിൽ വെച്ചത് കേട്ടോ. അപ്പോൾ ചേച്ചി ഉണ്ടല്ലോ 2 കരിക്ക് എടുത്ത് തന്നു കേട്ടോ എനിക്ക് പിള്ളേർക്ക് കൊണ്ട് കൊടുക്കാനായിട്ട്. അവിടെ അടത്തിയത്. അങ്ങനെ ചക്ക 1 പരുവായിട്ട് ഇരിക്കുന്നു, നിനക്ക് വേണമെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു വേണ്ട, ചേച്ചി തന്നെ കഴിച്ചു എന്ന് പറഞ്ഞു കേട്ടോ. എനിക്ക് ഇവിടെ ചക്കയുണ്ടല്ലോ 1 പരുവായിട്ട് നിൽക്കുന്നു. പക്ഷേ മഴയത്തൊന്നും അവിടെ നിന്ന് പൊഴിഞ്ഞു പോയിട്ടില്ല. അപ്പോൾ ഉണ്ടല്ലോ ഞങ്ങളുടെ ഡോറക്കുട്ടി വന്നു കേട്ടോ. ഡോറ അവിടുത്തെ പൂച്ചയാണ്. എന്നെ കാണുമ്പോൾ ഓടി വരും കേട്ടോ. പക്ഷേ ഉണ്ടല്ലോ ഞാൻ അടുപ്പിക്കത്തില്ല. എനിക്ക് എന്തോന്ന് അറിയത്തില്ല കേട്ടോ. ദൂരെ നിന്ന് കാണാനാണ് ഇഷ്ടം. പക്ഷേ എനിക്ക് ചെറിയൊരു അലർജി ഉണ്ട് കേട്ടോ. തുമ്പലൊക്കെ വരും ഇതിനെ ഇങ്ങ് എടുത്താൽ. അങ്ങനെ ഡോറയാണ്. അതിൻ്റെ കണ്ണ് കാണാൻ ഒരു കണ്ണ് നല്ല ഭംഗിയാണ് കേട്ടോ. അങ്ങനെ ഡോറയായിട്ട് കുറച്ച് നേരമൊക്കെ നോക്കിയൊക്കെ ഇരുന്നുണ്ട്. ചേച്ചി ഉണ്ടല്ലോ ഭയങ്കര കൃഷ്ണഭക്തിയാണ് കേട്ടോ. ദൈവങ്ങളുടെ കൊണ്ടുള്ളൊരിതാണ് വീട് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഭയങ്കര കൃഷ്ണഭക്തിയാണ്. അങ്ങനെ അവിടെ നിന്നൊക്കെ കുറച്ച് നേരമൊക്കെ സംസാരിച്ചപ്പോൾ എൻ്റെ അമ്മായിയമ്മയാണ് കേട്ടോ അവിടെ നിന്ന് നാമം ജപിക്കുകയാണ്. അതെല്ലാം കഴിഞ്ഞ് അമ്മ എടുത്ത് ടാറ്റയൊക്കെ പറഞ്ഞ് കുറച്ച് നേരമൊക്കെ അവിടെ നിന്ന് കത്തി വെച്ചു. അപ്പോൾ നോക്കി എൻ്റെ വീട്ടിൽ കുറേ ചെടികൾ അടിച്ചു മാറ്റിക്കൊണ്ട് ചേച്ചി പോയിട്ടുണ്ട് കേട്ടോ. പക്ഷേ എൻ്റെ വീട്ടിലെ ചെടികളെല്ലാം ഒരുവിധം നശിച്ചു പോയി. കാര്യമെന്ന് വെച്ചാൽ ചേച്ചിയുടെ ഈ വീടിൻ്റെ ഈ ഭാഗത്തൊക്കെ മുകളിൽ ഷീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അധികം ഇതൊന്നും വരത്തില്ല, വെള്ളമൊന്നും വീഴും നശിക്കത്തൊന്നുമില്ല. പക്ഷേ എൻ്റെതൊക്കെ അങ്ങനെയല്ല. ഈ മഴ സീസണിലൊക്കെ ആകുമ്പോൾ എല്ലാം നശിച്ചു പോകും കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു കുറച്ച് ഇവിടെ നിന്ന് അടിച്ച് മാറ്റിക്കൊണ്ട് പോകണം എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു നീ കൊണ്ട് വയ്ക്കോ എന്നൊക്കെ പറഞ്ഞതിന് ശേഷമുള്ള രാറ്റയൊക്കെ പറഞ്ഞ് ഞാനങ്ങ് വീട്ടിൽ വന്നു കേട്ടോ. ഇച്ചിരി ഇരുട്ടിപ്പോയി, കുറച്ച് സാധനങ്ങൾ കൂടെ വാങ്ങിക്കണം. നാളെ ഒരു സ്പെഷ്യൽ കാര്യമുണ്ട്, അത് ഞാൻ വീഡിയോയിൽ പറയുന്നതായിരിക്കും. അങ്ങനെ വീട്ടിലൊക്കെ വന്നു. അങ്ങനെ വീട്ടിൽ വന്നപ്പോഴുണ്ടല്ലോ ഓടി വന്ന് അങ്ങ് സ്കൂട്ടറിൻ്റെ സീറ്റ് അങ്ങ് തുറക്കും എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ. ഞാൻ പിന്നെ 2 ഐസ്ക്രീം വാങ്ങിച്ചുകൊണ്ട് വന്നു കേട്ടോ. മക്കളെപ്പോഴും ഓടി വരുന്നതല്ലേ. പക്ഷേ സാധാരണ ഞാൻ നേരത്തെയാണ് അരച്ചൊക്കെ വെക്കുന്നത് കേട്ടോ. ഇന്ന് ഞാൻ പിന്നെ ഇച്ചിരി താമസിച്ചു, വന്നപ്പം തന്നെ താമസിച്ചില്ലേ. പിന്നെ ഫിഷിന് ഫുഡ് രാവിലെ എണീക്കുമ്പം കൊടുക്കുന്നതാണ്. ഇന്ന് അവധി ദിവസമായിട്ട് രാവിലെ എണീറ്റപ്പോൾ അത് മറന്നുപോയി. അങ്ങനെ ഫിഷിനൊക്കെ ഫുഡ് ഇട്ട് കൊടുത്തതേ നോക്കി എല്ലാം അങ്ങനെ മുകളിൽ വന്ന് നിൽക്കും കേട്ടോ. അതിനും അറിയാമേ ആഹാരമാണെന്നുള്ളത്. അങ്ങനെ പിന്നെ ദോശയായിരുന്നു, മോന് ദോശയൊക്കെ ഉണ്ടാക്കി കൊടുത്തു. അവൻ അവിടെ ഇരുന്ന് കഴിച്ചു. അങ്ങനെ പിന്നെ കുറച്ച് നേരമൊക്കെ ഇരുന്ന് TV ഒക്കെ കണ്ടിട്ട് ഞങ്ങൾ കയറി കിടന്നങ്ങ് ഉറങ്ങി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.